ഹായ്, ഇന്ന് നമുക്ക് തെരണ്ടിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് തെരണ്ടി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഒരു കറി വയ്ക്കുന്നതിനായി ഞാൻ കറിച്ചട്ടിയിലാണ് കേട്ടോ മീൻകറി വയ്ക്കുന്നത്. ചിലർ പാനിലായിരിക്കും, അങ്ങനെ അതേപോലെ എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇപ്പോൾ ഇട്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. മൂക്കുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരപ്പുകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പും കൂടി ഇടുവാണെങ്കിൽ അത് നല്ല രീതിയിൽ വഴണ്ടി വരുന്നതായത്. എരി ആവശ്യമനുസരിച്ച് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. അവരവർക്ക് എരിക്കനുസരിച്ച് നമുക്ക് മുളക് പൊടി അതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നീട് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. പിന്നീട് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ മൂത്ത മണം വരുന്നത് വരെ നല്ലതുപോലെ മൂപ്പിച്ച് എടുക്കേണ്ടതാണ്. മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ആ തക്കാളി അതിലേക്ക് നല്ല രീതിയിൽ വാടി അതിൽ ചേരണം. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന തെരണ്ടി മീൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് അരപ്പും എല്ലാം കൂടെ ആയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം വഴഞ്ഞ് വന്ന് കുറച്ച് നേരം നമുക്കത് അടച്ച് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക.